നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സ്റ്റീം നോസിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് റിവ്യൂ ടോപ്പിക്കുകളാണ്. ഓക്കെ, സോ സ്റ്റീം നോസിൽസ് നമ്മൾ ടർബൈൻസിൽ യൂസ് ചെയ്യുന്ന സ്റ്റീം നോസിൽസ് ടൈപ്സ് മിക്കവാറും കൺവേർജൻ ഡൈവേർജൻ ടൈപ്സ് ആയിരിക്കും. സോ ദിസ് ഈസ് എ കൺവേർജൻ ഡൈവേർജൻ ടൈപ്പ് നോസിൽ ആൻഡ് അതിലേറ്റവും ഏരിയ കുറഞ്ഞ പോർഷനാണ് നമ്മൾ ത്രോട്ട് ഏരിയ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഇൻലെറ്റ് കണ്ടീഷൻ ആൻഡ് ദിസ് ഇസ് ദ എക്സിറ്റ് കണ്ടീഷൻ. യൂഷ്വലി നമ്മൾ ഡെറിവേഷൻസ് എല്ലാം എടുക്കാറുള്ളത് ഇൻലെറ്റിലെ കണ്ടീഷൻ അറ്റ് പോയിൻറ്റ് നമ്പർ 1 ആൻഡ് ത്രോട്ട് കണ്ടീഷൻ പോയിൻറ്റ് നമ്പർ 2 എന്ന ബേസിസിലാണ്. ഓക്കെ, സോ സ്റ്റീം നോസിൽസിൽ വരുന്ന വേരിയസ് ഇക്വേഷൻസ് ആൻഡ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു തരാം. സ്റ്റീം നോസിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ബോയിലറിൽ നിന്ന് വരുന്ന ഹൈ എൻതാൽപ്പി സ്റ്റീമാണ് സ്റ്റീം നോസിലിൽ ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ആ ഹൈ എൻതാൽപ്പിയിലുള്ള സ്റ്റീം നമ്മുടെ നോസിലിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ആ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അതിൻ്റെ പ്രഷർ എനർജിയിലെ ഡ്രോപ്പും ഓർ അതർ ടൈംസ് അതിൻ്റെ എൻതാൽപ്പിയിൽ വരുന്ന ഡ്രോപ്പും കാരണമാണ്. ഈ ഹൈ വെലോസിറ്റിയിൽ വരുന്ന സ്റ്റീമിനായിരിക്കും നമ്മൾ പിന്നീട് ടർബൈനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ നോസിലിനകത്ത് ഈ ഒരു ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ സമയത്ത് ഇതിൻ്റെ വാൾസ് എല്ലാം കംപ്ലീറ്റ്ലി സീൽഡ് ആണ്. ദാറ്റ് മീൻസ് ഹീറ്റ് ലോസ് ഓർ ഹീറ്റ് ഗെയിൻ ഒന്നും വരുന്നില്ല. സോ ആ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സിനിടയിലുള്ള എൻതാൽപ്പി ഡ്രോപ്പ് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻറ്റു ഇറ്റ്സ് increase in kinetic energy. Okay, if C1 is the inlet velocity and C2 is the exit velocity, C1 square by 2 ആയിരിക്കും ഇൻലെറ്റിൽ വരുന്ന കൈനറ്റിക് എനർജി ആൻഡ് C2 square by 2 എന്നുള്ളതായിരിക്കും ഔട്ട്ലെറ്റിൽ വരുന്ന കൈനറ്റിക് എനർജി per kilogram of സ്റ്റീം. ഓക്കെ, സോ നമ്മുടെ എൻതാൽപ്പി ഡിഫറൻസ്, സ്പെസിഫിക് എൻതാൽപ്പി H1 മൈനസ് H2 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു C2 square by 2 മൈനസ് C1 square by 2. ദാറ്റ് മീൻസ് എൻതാൽപ്പിയിൽ വരുന്ന ഡ്രോപ്പ് എത്രയാണോ അതത്രയും കൈനറ്റിക് എനർജിയിൽ ഇൻക്രീസ് ആയിട്ടായിരിക്കും മാറുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ എക്സിറ്റിലെ വെലോസിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇൻലെറ്റിലെ വെലോസിറ്റി വാല്യൂ വളരെ ചെറുതാണ്. സോ യു യൂഷ്വലി നെഗ്ലക്റ്റ് ദി ഇൻലെറ്റ് വെലോസിറ്റി ടേം. ഓക്കെ, ദാറ്റ് മീൻസ് ദ C1ൻ്റെ ടേം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. സോ H1 മൈനസ് H2 ഈസ് ഈക്വൽ ടു C2 സ്ക്വയർ ബൈ 2 എന്ന രീതിയിൽ മാത്രമേ വരത്തുള്ളൂ. അതിൽ നിന്നും വി ക്യാൻ ഒബ്റ്റെയിൻ C2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് H1 മൈനസ് H2. ഈ H1 മൈനസ് H2 എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടേമാണ് HD, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഹീറ്റ് ഡ്രോപ്പ്. ഓക്കെ, ദെൻ ആ ഒരു രീതി എഴുതി കഴിഞ്ഞാൽ C2 വി ക്യാൻ റൈറ്റ് as 2HD എന്നെഴുതാം. C2ൻ്റെ വാല്യൂ ഈക്വൽ ടു √2HD എന്ന് എഴുതാം. ദെൻ നമ്മൾ കാൽക്കുലേഷൻ പാർട്ട് എല്ലാം വരുമ്പോഴത്തേക്കും ഇതിനകത്ത് റൂട്ടിനകത്തൊരു 10⁻³ കൂടെ യൂസ് ചെയ്യും. അതായത് H1 മൈനസ് H2ൻ്റെ വാല്യൂ, എൻതാൽപ്പി ഡിഫറൻസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് കിലോ ജൂൾസ് പെർ കിലോഗ്രാമിലാണ്. നമ്മുടെ സ്റ്റീം ടേബിൾസിലായാലും അല്ലെങ്കിൽ പ്രോബ്ലത്തിലായാലും എല്ലാം എച്ചിൻ്റെ വാല്യൂ മാർക്ക് ചെയ്യുന്നത് കിലോ ജൂൾസിലാണ്. നമ്മൾ ലാസ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിൽ വേണം. സോ അവിടെ ഒരു 10⁻³ ഡിഫറൻസ് ഉണ്ട്. സോ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻതാൽപ്പി എവിടെയൊക്കെ എഴുതുമോ അതിനൊപ്പം തന്നെ ഒരു 10⁻³ കൂടെ യൂസ് ചെയ്യണം. സോ അങ്ങനെ എടുക്കുമ്പോൾ വരുന്ന നമുക്ക് ഇക്വേഷനാണ് C2 is equal to √2HD into 10⁻³ or 1000. 2 into 1000 2000. അതായത് 2000ൻ്റെ റൂട്ട് മാത്രം പുറത്തെടുത്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് C2 is equal to 44.72 √HD. ഇത് ഒരു സിംപ്ലിഫൈഡ് ഫോമാണ്, നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിംപ്ലിഫൈഡ് ഫോമാണ്. HD റെപ്രസെൻറ്റ്സ് H1 മൈനസ് H2. ഇനി നമ്മൾ ഈ പറഞ്ഞതെല്ലാം നോസിലിനകത്ത് ഫ്രിക്ഷനൊന്നും ഇല്ല എന്നൊരു അസംഷനിലാണ്. ബട്ട് ഇൻ നോസിൽ അതിൻ്റെ സൈഡ് വോൾസിൽ നിയർ ബൈ ആയിട്ടൊക്കെ ഒരുപാട് ഫ്രിക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. യൂഷ്വലി ഒരു 10% അല്ലെങ്കിൽ 12% വരെയുള്ള ഫ്രിക്ഷനാണ് നമ്മൾ യൂഷ്വലി നോസിൽസിൽ വരാൻ ചാൻസ് ഉള്ളത്. സോ ആ ഒരു ഫ്രിക്ഷൻ കാരണം എത്രത്തോളമാണോ ഒരു എൻതാൽപ്പി ഡ്രോപ്പ് വരുന്നത്, മീൻസ് H1 മൈനസ് H2 എന്ന് പറയുന്ന ടോട്ടൽ എൻതാൽപ്പി ഡ്രോപ്പിൻ്റെ ഒരു ചെറിയ പോർഷനെങ്കിലും ഈ ഫ്രിക്ഷണൽ ലോസസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവും. സോ അത് കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് പോർഷൻ മാത്രമായിരിക്കും നമുക്ക് നോസിലിൽ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അവൈലബിൾ ആവുന്നത്. ഓക്കെ, if this is represented in a axis diagram, this is the saturation curve and this point 1 is the inlet condition at pressure P1 and 2 outlet condition P2. 1 to 2 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ് നോസിലിനകത്ത് സംഭവിക്കാനുള്ളത്. സോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിക്ഷനൊന്നും ഇല്ലാതെ ആ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് H1 ആൻഡ് H2. ഇതിനിടയിലുള്ള ഡിഫറൻസ് H1 മൈനസ് H2 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ബട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ നമുക്ക് ഈ 2 എന്ന് പറയുന്ന പോയിൻ്റ് വരെ നമുക്ക് അവൈലബിൾ ആവില്ല. പകരം അതിനേക്കാളും കുറഞ്ഞ ഒരു പോയിൻ്റ്, ഒരു H2 ഡാഷ് എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു പോയിൻ്റ് വരെയുള്ള എൻതാൽപ്പി മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ദാറ്റ് മീൻസ് ഇത്രയും പോർഷൻ ഓഫ് എൻതാൽപ്പി ഡിഫറൻസ് യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒന്നെങ്കിൽ
ഫ്രിക്ഷൻ കാരണം എത്ര ഹീറ്റ് ലോസ് ഉണ്ട് എന്ന ടേംസിൽ പറയും. അല്ലാന്നുണ്ടെങ്കിൽ യൂസ് അനദർ ടേം കോൾഡ് ദി ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് ദ നോസിൽ, അല്ലെങ്കിൽ നോസിൽ എഫിഷ്യൻസി എന്ന് പറയും. നോസിൽ എഫിഷ്യൻസി ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ആക്ച്വൽ ഡ്രോപ്പ് ഇൻ എൻതാൽപ്പി. ദാറ്റ് മീൻസ് 1 മുതൽ 2' വരെയുള്ള ആക്ച്വൽ ആ ഒരു പ്രോസസ്സിൽ എത്രത്തോളമാണോ എൻതാൽപ്പി ഡ്രോപ്പ് വന്നത് ടു ഐസെൻട്രോപിക് ഡ്രോപ്പ് ഇൻ എൻതാൽപ്പി. 1 to 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസെൻട്രോപിക് പ്രോസസ്സ് 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിൽ വരേണ്ട ഹീറ്റ് ഡ്രോപ്പ് എത്രയാണ്, ആ റേഷ്യോ ആണ് നമ്മൾ ഐസെൻട്രോപിക് എഫിഷ്യൻസി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് മാറി ആക്ച്വൽ പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ H2' എന്നുള്ളതായിരിക്കും നമ്മുടെ എക്സിറ്റ് കണ്ടീഷൻ. ഓക്കെ, 2' റെപ്രസെൻറ്റ്സ് ദി എക്സിറ്റ് കണ്ടീഷൻ ആൻഡ് H2' റെപ്രസെൻറ്റ്സ് ദി എൻതാൽപ്പി അറ്റ് ദി എക്സിറ്റ് കണ്ടീഷൻ. അങ്ങനെ വരുമ്പോൾ H1 മുതൽ H2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ K ഇൻറ്റു HD എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഫ്രിക്ഷൻ ലോസ് കാരണം നഷ്ടപ്പെട്ടു പോയോ ബാക്കി എത്രയാണോ അവൈലബിൾ ഉള്ളത് ആ ഒരു റേഷ്യോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് H1 minus H2 is equal to HD, then H1 minus H2 dash is called K into HD. ഓക്കെ, അതായത് നമ്മുടെ ഫൈനൽ വെലോസിറ്റി C2 44.72 ഇൻറ്റു റൂട്ട് HD കിട്ടേണ്ടതിന് പകരം നമുക്ക് കിട്ടുന്നത് C2 is equal to 44.72 ഇൻറ്റു റൂട്ട് ഓഫ് K ഇൻറ്റു HD. HD എന്ന് പറഞ്ഞാൽ മൊത്തം ടേം കിട്ടില്ല, HDയുടെ ഒരു K പാർട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. Kയുടെ വാല്യൂ യൂഷ്വലി നമ്മൾ വരുന്നത് ഞാൻ പറഞ്ഞു 10 to 12% ആയിരിക്കും ഫ്രിക്ഷണൽ ലോസസ് കാരണം വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്ന പെർസെൻറ്റേജ്, ദാറ്റ് മീൻസ് 10 to 12 കഴിഞ്ഞാൽ ബാക്കി വി വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് 80% to 78% മാത്രമായിരിക്കും നമുക്ക് എക്സിറ്റിൽ, 80% അല്ല 90% to 88% ആയിരിക്കും നമുക്ക് എക്സിറ്റിൽ അവൈലബിൾ വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് 0.9 to 0.88 കെയുടെ വാല്യൂ വേരി ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോസിലുമായിട്ട് അല്ലെങ്കിൽ നോസിലിൽ നിന്നുള്ള ഡിസ്ചാർജോട് ബന്ധപ്പെട്ടുള്ള കുറേ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. സോ അതിൽ ഫസ്റ്റ് വൺ അറിഞ്ഞിരിക്കേണ്ടത് മാസ് ഫ്ലോ റേറ്റ്, അതായത് നോസിലിൽ കൂടെ എത്രത്തോളം സ്റ്റീമാണ് ഫ്ലോ ചെയ്യുന്നത് എന്നതിൻ്റെ ക്വാണ്ടിറ്റി. നമ്മൾ യൂഷ്വലി ഫ്ലോ റേറ്റ്സ് ആയിട്ടാണ് ചെയ്യാറുള്ളത്, അതായത് മാസ് പെർ സെക്കൻഡ് എന്ന ടേംസിലാണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ ഇക്വേഷൻ ഇതാണ്: M is equal to AC/V2, where A is the throat area and C is the steam velocity and V2 represents the specific volume. Specific volume at the throat പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയമാണ് V2 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ സർട്ടൻ കേസസ് നമുക്ക് V2ൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ 2 അല്ലെങ്കിൽ 2' എന്ന പോയിന്റിലുള്ള സ്പെസിഫിക് വോളിയം വാല്യൂ ഡയറക്റ്റ് എടുത്താൽ മതി. അങ്ങനെ ഒരു വാല്യൂ നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ടേബിൾസ് യൂസ് ചെയ്യുമ്പോഴോ ചാർട്ട് യൂസ് ചെയ്യുമ്പോഴോ 2 എന്ന് പറയുന്ന അല്ലെങ്കിൽ 2' എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ത്രോട്ട് പ്രഷർ എത്രയാണോ ത്രോട്ട് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് വാല്യൂ എത്രയാണെന്ന് നോക്കുക. VG വാല്യൂ നമുക്ക് ടേബിൾസിലും ചാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. ആ VG വാല്യൂ ഇൻറ്റു അതിൻ്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ 2 എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ 2' എന്ന് പറയുന്ന പോയിന്റിൽ ഡ്രൈനസ് ഫ്രാക്ഷൻ വാല്യൂ എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് വിൽ ഗീവ് ദ വാല്യൂ ഓഫ് V2. ഓക്കെ, ദെൻ V2ന് നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതായത് V2 is equal to V1 ഇൻറ്റു P1/P2 raised to 1/n. ഈ ഇക്വേഷൻ കിട്ടുന്നത് നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ്സാണ് ആ ഒരു നോസിലിൽ നടക്കുന്നത്. സോ ഫോർ ദാറ്റ് ഐസെൻട്രോപിക് പ്രോസസ് വി നോ P1 V1 raised to n is equal to P2 V2 raised to n. ആ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് എടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് V2ന് പകരം ഇങ്ങനൊരു വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ C²/2 അല്ലെങ്കിൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി എന്ന ടേമിന് നമുക്കറിയാം കൈനറ്റിക് എനർജി ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി എൻതാൽപ്പി ഡ്രോപ്പ് ഇൻ നോസിൽ, അല്ലേ? C²/2 എന്ന് പറയുന്നത് നോസിലിനകത്ത് വരുന്ന എൻതാൽപ്പി ഡിഫറൻസ് H1 - H2ൻ്റെ വാല്യൂ ആയിരിക്കും. ഓൾസോ അതിനെ നമുക്ക് PV വർക്കായിട്ട് ഐസെൻട്രോപിക് പ്രോസസ്സിൽ PV വർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം: n/n-1 ഇൻറ്റു P1 V1 മൈനസ് P2 V2. ഓക്കെ, സോ ഈ ഇക്വേഷനും നമുക്ക് സിക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുന്ന വാല്യൂസ്, സിക്ക് കണ്ടുപിടിക്കുന്ന വാല്യൂ V2ന് കണ്ടുപിടിക്കുന്ന വാല്യൂ, ഇത് രണ്ടും നമ്മുടെ മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഈ ഇക്വേഷനാണ് നമ്മുടെ നോസിലിൻ്റെ കേസിലെ ജനറൽ ഇക്വേഷൻ ഫോർ മാസ് ഫ്ലോ റേറ്റ്. M is equal to A divided by V1 into root of 2n/n-1 into P1 V1, again ബ്രാക്കറ്റിനകത്ത് P2/P1 raised to 2/n minus P2/P1 raised to n plus 1/n. ഓക്കെ,
ഈ ഇക്വേഷൻ നമുക്ക് ക്ലിയർ ആവുന്ന കാര്യം എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ത്രൂ ദ നോസിൽ ഡിപ്പെൻഡ്സ് ഓൺ എ റേഷ്യോ P2/P1 എന്ന റേഷ്യോയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഡിസ്ചാർജ് ഇരിക്കുന്നത്. ഈ ഇക്വേഷനിൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. എ ത്രോട്ട് ഏരിയ അതൊരു കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റിയാണ്. V1 എന്ന് പറയുന്നത് ഇൻലെറ്റിലെ ഒരു കണ്ടീഷനാണ്. അതുപോലെ P1 V1 രണ്ടും ഇൻലെറ്റിലെ കണ്ടീഷനാണ്. സോ ഇൻലെറ്റിലെ കണ്ടീഷൻ യൂഷ്വലി നമുക്ക് ഏതൊരു നോസിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. പിന്നീട് വേരി ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് P2/P1 എന്ന റേഷ്യോ ആണ്. ഓർ അതർ ടൈംസ് P2 എന്ന വാല്യൂ ആണ്. സോ നമുക്ക് മാക്സിമം ഡിസ്ചാർജ്, ഇതിപ്പം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അതിനകത്തുള്ള വേരിയബിളായിട്ട് വരുന്ന ക്വാണ്ടിറ്റിയുടെ ടേംസിൽ ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടുത്തെ ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് P2/P1 എന്ന റേഷ്യോ ആണ്. ദാറ്റ് റേഷ്യോ P2/P1 ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ. സോ ഈ ഇക്വേഷന് നമ്മൾ P2/P1ൻ്റെ ടേംസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dm/d ഓഫ് P2/P1 എന്ന ടേംസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഒബ്റ്റെയിൻ, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഒബ്റ്റെയിൻ P2/P1 is equal to 2/n+1 whole raised to n/n-1. ഓക്കെ, ഇതിൽ എന്നിൻ്റെ വാല്യൂ, ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോർ സാച്ചുറേറ്റഡ് സ്റ്റീം വി വിൽ ടേക്ക് ദാറ്റ് വാല്യൂ ആസ് 1.135 ആൻഡ് ഫോർ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം വി ടേക്ക് ദ വാല്യൂ ഓഫ് n is equal to 1.3. ഓക്കെ, ഇതല്ല വെറ്റ് സ്റ്റീമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനെങ്കിൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ എടുക്കുന്നത് 1.035 പ്ലസ് 0.1 ഇൻറ്റു എക്സ് ആയിരിക്കും, വേർ എക്സ് റെപ്രസെൻറ്റ്സ് ദി ഡ്രൈനസ് ഫ്രാക്ഷൻ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ P2/P1ൻ്റെ മാക്സിമം ഡിസ്ചാർജിൻ്റെ കണ്ടീഷനായ 2/n+1 ഹോൾ റൈസ് ടു n/n-1 എന്ന ഇക്വേഷൻ നമ്മൾ മാസ് ഫ്ലോ റേറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ മാക്സിമം ഡിസ്ചാർജ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ആണ്. ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ 2/n+1 ഹോൾ റൈസ് ടു n/n-1 ആവുന്നതാണ് മാക്സിമം ഡിസ്ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻ. ആൻഡ് ദാറ്റ് മാക്സിമം ഡിസ്ചാർജ് വാല്യൂ max കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ P2/P1 പകരം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ഒബ്റ്റെയിൻ max is equal to a into root of n P1/V1 whole raised to into 2/n+1 whole raised to n+1/n-1. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദി മാക്സിമം ഡിസ്ചാർജ് ത്രൂ ദ നോസിൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇൻലെറ്റ് കണ്ടീഷൻസ്. P1 V1 എന്ന് പറയുന്ന ഇൻലെറ്റ് കണ്ടീഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ മാക്സിമം ഡിസ്ചാർജിൻ്റെ വാല്യൂസ് വരുന്നത്. അതുപോലെ തന്നെ ത്രോട്ട് ഏരിയയും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഈ P2/P1 കണ്ടുപിടിച്ച ഈ ഒരു ഇക്വേഷൻ നമുക്ക് മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. Cmaxൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സിയുടെ ഇക്വേഷനിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. സിയിൽ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് √2n/n+1 ഹോൾ റൈസ് ടു P1/V1 എന്നുള്ളത്. ഓക്കെ, വേർ Cmax എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റി അല്ല, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് സ്റ്റീം വെൻ ദ ഡിസ്ചാർജ് ഈസ് മാക്സിമം. ക്ലിയർ? ഓൾസോ നമ്മൾ maxൻ്റെ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻലെറ്റ് കണ്ടീഷൻ ആൻഡ് ദി ത്രോട്ട് ഏരിയ. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ നോസിലിൻ്റെ ഇൻലെറ്റ് കണ്ടീഷനായ 1ഉം ത്രോട്ടിലെ ഡയമെൻഷനും അതിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിന് ശേഷമുള്ള ഡൈവേർജൻറ്റ് പോർഷൻ നമ്മളെല്ലാ നോസിൽസിലും കൂടെ ആഡ് ചെയ്യും. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ബിക്കോസ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളൊരു സ്റ്റീം വെലോസിറ്റി അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിന് ശേഷമുള്ള ഡൈവേർജൻറ്റ് പോർഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീമിനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് കാരണം ഇതിനകത്തൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ ഒരു മാക്സിമം വെലോസിറ്റിയിൽ വരുമ്പോഴത്തേക്കും ആ ഒരു വരുന്ന മാസ് ഫ്ലോ റേറ്റ് എത്രയാണോ ആ ഫ്ലോ റേറ്റ് തന്നെ ഈ എക്സ്പാൻഡിങ് ഏരിയയിലും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ഇൻക്രീസ് ദി വെലോസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റീമിൻ്റെ വെലോസിറ്റി ആക്സിലറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കോൺസ്റ്റൻറ്റ് മാസ് ഫ്ലോ റേറ്റ് ഈ എക്സ്പാൻഡിങ് റീജിയനിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡൈവേർജൻറ്റ് പോർഷൻ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റീം നോസിലുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വച്ചിരിക്കുന്നത്.